ഗസയിലെ ഭീകരത ഉടൻ അവസാനിപ്പിക്കുക. കുഞ്ഞുങ്ങളെ കൊന്നും നഗരങ്ങൾ ചാമ്പലാക്കിയും തുടരുന്ന ക്രൂരത നിർത്തലാക്കുക. പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന് ഇസ്രായേലിലെ സാംസ്കാരിക പ്രവർത്തകർ അയച്ച തുറന്ന കത്തിലെ വരികൾ ഇങ്ങനെയായിരുന്നു. 1000-ഓളം വരുന്ന എഴുത്തുകാരും അഭിനേതാക്കളും സംഗീതജ്ഞരുമാണ് ഞായറാഴ്ച നെതന്യാഹുവിനെ അഡ്രസ് ചെയ്ത് കത്തയച്ചത്. സ്റ്റോപ്പ് ദി ഹൊറർ ഇൻ ഗസ എന്ന തലക്കെട്ടിലുള്ള ആ നിവേദനത്തിന്റെയും ഇസ്രായേലിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെയും കൂടുതൽ വിവരങ്ങൾ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. രാജ്യ താൽപര്യങ്ങൾക്കും മൂല്യങ്ങൾക്കുമെതിരായി നെതന്യാഹു സർക്കാർ ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങളോട് പൊരുത്തപ്പെടാൻ ഞങ്ങൾക്കാകുന്നില്ല. കുഞ്ഞുങ്ങളെയും സാധാരണക്കാരെയും ബോംബിട്ട് കൊല്ലുന്നത്, ഗസയിലെ പട്ടിണിയിൽ സർക്കാർ എടുക്കുന്ന നിലപാടുകൾ, കൂട്ടപ്പലായനം, കെട്ടിടങ്ങളുടെ അനുചിതമായ നശീകരണം, ഇവയൊന്നും ഇസ്രായേലി ജനങ്ങളുടെ താൽപര്യങ്ങളല്ല. ഇസ്രായേലി സാംസ്കാരിക പ്രമുഖർ നെതന്യാഹുവിനയച്ച കത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യുദ്ധത്തിലേർപ്പെട്ടവർ എത്രയും പെട്ടെന്ന് പിൻവലിയണമെന്നും ബന്ദികളെ ഉടൻ തിരിച്ചെത്തിക്കണമെന്നുമാണ് കത്തിലെ പ്രധാന ആവശ്യം. ഗായകരായ ചാവ ആൽബർസ്റ്റൈൻ, ജിജി ഗോവ്, ജാസ് കലാകാരൻ അഭിഷേക് കോഹൻ, എഴുത്തുകാരായ ഡേവിഡ് ഗ്രോസ്മാൻ, എഡ്ഗർ കെരറ്റ്, നാടകാകൃത്ത് യഹോഷ്വ സോബാൽ, നടി ഹന്ന ലാസ്ലോ, ആനിമേറ്റർ ഡേവിഡ് പൊളോൺസ്കി, കൊറിയോഗ്രാഫർ ഒഹാഡ് നഹറിൻ എന്നിവർ കത്തിലൊപ്പിട്ടവരുടെ കൂട്ടത്തിലുണ്ട്. ചാനൽ 12 ന്യൂസ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് 1036 പേരാണ് ഈ കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഇതിൽ 62 പേർ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവരാണ്. സാംസ്കാരിക പ്രവർത്തകരെ കൂടാതെ ടീച്ചർമാർ, തെറപ്പിസ്റ്റുകൾ, ആർക്കിടെക്റ്റുകൾ എന്നിവരും ഈ കത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. എന്നാൽ കത്ത് പുറത്തെത്തിയതിന് പിന്നാലെ വൻ വിമർശനമാണ് സാംസ്കാരിക പ്രമുഖർക്കെതിരെ ഉയരുന്നത്. ഒരു കൂട്ടം അല്പജ്ഞാനികൾ ചേർന്ന് എന്തോ മണ്ടത്തരം കാണിക്കുന്നു എന്നായിരുന്നു ഗായകനും അഭിനേതാവുമായ ഐഡൻ അമേഡിയുടെ പ്രതികരണം. ഒപ്പ് ശേഖരിക്കാൻ തന്നെ സമീപിച്ചപ്പോൾ ചോര തിളച്ചു എന്നായിരുന്നു നടി മോറനാറ്റിയാസ് പ്രതികരിച്ചത്. ഹോളോകോസ്റ്റിലേതുപോലെ തന്നെ നമ്മുടെ ബന്ദികളെ കൈകാര്യം ചെയ്യുന്ന ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ ഇത്തരമൊരു നീച പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ചിന്തിക്കാൻ പോലും ആകുന്നില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. എന്നാൽ വിമർശനങ്ങൾക്കിടയിലും ഗസക്കാരോട് ചെയ്യുന്ന ക്രൂരതകൾക്ക് സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ് സാംസ്കാരിക പ്രവർത്തകർ. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ തന്നെയാണെന്നും ഇനിയും പറയാതിരിക്കാനാകില്ല എന്നും ചൂണ്ടിക്കാട്ടി എഴുത്തുകാരൻ ഡേവിഡ് ഗ്രോസ്മാൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഇത്രയും നാൾ ഇത് പറയാൻ താൻ മടിച്ചു എന്നും പക്ഷേ ഗസയിൽ നിന്ന് വരുന്ന വാർത്തകൾ അത് പറയാൻ തന്നെ പ്രേരിപ്പിക്കുകയാണ് എന്നുമായിരുന്നു ഗ്രോസ്മാൻ പറഞ്ഞത്. സാംസ്കാരിക പ്രവർത്തകരെ കൂടാതെ ആർക്കിടെക്റ്റുകളും ഡിസൈനർമാരുമായ 1400 പേർ ഒപ്പിട്ട നിവേദനവും കഴിഞ്ഞ ദിവസം പുറത്തെത്തിയിരുന്നു. ഇസ്രായേലികളുടെ പേരിൽ ഞങ്ങളുടെ കൺമുന്നിൽ നടക്കുന്ന ക്രൂരതകളോട് മുഖം തിരിക്കാനാകില്ല എന്നായിരുന്നു ആ നിവേദനത്തിലെ പ്രസക്ത ഭാഗം. അതിനിടെ ഗസയ്ക്കെതിരായ യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെട്ട് തെല്ലവീവിൽ കൂറ്റൻ പ്രകടനവും നടന്നു. ഇസ്രായേൽ നടത്തുന്ന ഉപരോധവും യുദ്ധവും കാരണം ഭക്ഷണം കിട്ടാതെ വിശന്നൊട്ടിയ കുഞ്ഞുങ്ങളുടെ ചിത്രമടങ്ങിയ പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു ആയിരക്കണക്കിന് ഇസ്രായേലികൾ പങ്കെടുത്ത യുദ്ധവിരുദ്ധ റാലി.